എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാറ്റ് ജിപിടി സീരീസിന്റെ മൂന്നാമത്തെ ഭാഗമാണെന്ന്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ സൈനപ്പ് സംസാരിച്ചു, ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു, കുറച്ച് നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ മാറ്ററുകളൊക്കെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള സെക്കൻഡ് സെഷൻ കഴിഞ്ഞു. ഇന്ന് ഒന്നുകൂടിയും നമുക്ക് ലൈഫിലൊക്കെ യൂസ്ഫുൾ ആവാൻ പറ്റുന്ന രൂപത്തിൽ, നമ്മൾ സാധാരണ ഗൂഗിൾ ലെൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു മാറ്റർ തന്നെയാണ്, പക്ഷെ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഒന്നുകൂടി ഫീൽ ടച്ച്, അതായത് ഇമോഷണലി ടച്ചിങ് വരുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഫോട്ടോസ് എങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് കണ്ടാലും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്ക്രീൻഷോട്ടുകൾ കിട്ടുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കയ്യിലോട്ട് ഫോട്ടോ ആയിട്ട് നമ്മുടെ കയ്യിലോട്ട് വരുന്ന സാധനത്തെ നമുക്ക് ഈ പറഞ്ഞ ചാറ്റ് ജിപിടിയോട് ചോദിച്ചുകൊണ്ട്, ചാറ്റ് ജിപിടി ഞാൻ പേരിട്ടത് കുക്കു എന്നാണ്, അപ്പോൾ കുക്കുവിനോട് ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ രൂപത്തിൽ എങ്ങനെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാം, അല്ല അതെന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും എന്നൊരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ ആളുകൾക്കും നമ്മുടെ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഉപകാരം കിട്ടുന്നുണ്ടെന്ന് പല ആളുകളും മെസ്സേജ് അയച്ചു. വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് ആളുകളിലോട്ട് എത്തിക്കാനുണ്ട്, ഒരുപാട് ആളുകൾ ഇത് മനസ്സിലാക്കാനുണ്ട്. അപ്പോ നാളെ ഒരു ടോപ്പിക് ഞാൻ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ, നമ്മുടെ MDMA പോലത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട്, ഡ്രഗ്സിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു, ഇന്നത് ചെയ്യണം വിചാരിച്ചിരുന്നു, പക്ഷെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് ഈ ടോപ്പിക് സംസാരിക്കാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫോട്ടോസ് ആയിക്കോട്ടെ, മറ്റു എന്ത് തരത്തിലുള്ള ഡോക്യുമെന്റുകൾ ആയിക്കോട്ടെ, എല്ലാം തന്നെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. എന്നാൽ പിന്നെ പെട്ടെന്ന് സെഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് സമയത്തും ഏത് സിറ്റുവേഷനിലും നമുക്ക് അത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഡോക്യുമെന്റേഷൻ ആൻഡ് ഫോട്ടോസും എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചാറ്റ് ജിപിടിക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എങ്ങനെ അറിയാമെന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷൻ പറയുന്നത്, നമ്മളെ കയ്യിലോട്ട് ഒരു ഫോട്ടോ കിട്ടി, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നമ്മളൊരു സാധനത്തെ കാണുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഫയൽ അപ്ലോഡ് ചെയ്തുകൊണ്ട്, ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കാര്യങ്ങൾ അറിയാൻ നോക്കാം. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ലാസ്റ്റ് കാണാൻ പറ്റും ഒരു പ്ലസ് ബട്ടൺ, അതിൽ ഫോട്ടോസ്, ക്യാമറ, ഫയൽസ്. അപ്പോൾ ഈ ഫോട്ടോസ് ഒക്കെ എടുത്ത് റിയൽ ആയിട്ട് നമുക്ക് എടുത്തിട്ട് അപ്പൊ തന്നെ ചോദിക്കാൻ പറ്റും. പിന്നെ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യണം, നമുക്ക് ഏത് ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ. ഇപ്പൊ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞ ഗുളികയുടെ ഒരു സ്ട്രിപ്പിനെ കുറിച്ചിട്ട്, അപ്പൊ ആ സ്ട്രിപ്പിന്റെ കാര്യത്തെ കുറിച്ച് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഫോട്ടോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആ ഫോട്ടോ ഇതെത്രയേ ഉള്ളൂ ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു ചെയ്യുന്ന സമയത്ത് ആ മരുന്നിന്റെ, ആ ഒരു ടാബ്ലറ്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാണ്. നമ്മൾ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവത്തില്ല ഇത് എന്താന്നുള്ളത്. പക്ഷെ അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഈ മരുന്നിന്റെ കാര്യങ്ങൾ പറഞ്ഞു, സൈഡ് എഫക്റ്റ് ഉള്ള കാര്യങ്ങളാണോ എന്നൊക്കെ. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ സൈഡ് എഫക്റ്റ് എന്ന് ജസ്റ്റ് ചോദിച്ചാലും മതി. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നമ്മളെല്ലാവരും നിരന്തരമായിട്ട് ഒരുപാട് ആളുകൾ വീട്ടിലൊക്കെ തന്നെ സ്ഥിരമായിട്ട് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ മരുന്നിനെ കുറിച്ചിട്ടും അതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. ഇത് ഈ ഒരു ചാറ്റ് ജിപിടിക്ക് കിട്ടിയ ഒരുപാട് നിർദ്ദേശങ്ങളിൽ നിന്ന്, അവരുടെ ഡാറ്റകളിൽ നിന്നൊക്കെ എടുത്തു തരുന്നതാണ്. അപ്പൊ ഇത്തരം ഒരുപാട് സൈഡ് എഫക്റ്റ് ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും മരുന്ന് ഉപയോഗിക്കുക. മാക്സിമം ആളുകൾ ഹെൽത്തി ആയിട്ടിരിക്കുക, സന്തോഷമുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇനി അടുത്തെന്ന് പറയുന്നത്, നമുക്കൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. വാട്സപ്പിൽ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു PDF അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഓ ഈ പറഞ്ഞ എന്തെങ്കിലും ചലാനുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ, ഇപ്പൊ ഇതൊരു ചലാനാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ചലാൻ വന്നിട്ടുള്ളത് നോക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു സാധനം അയച്ചു തന്നപ്പോൾ ചലാൻ എമൗണ്ട് 250 രൂപ, പ്ലാറ്റ്ഫോം ഫീ 169, GST 30 രൂപ. അപ്പൊ ഇവിടെയാണ് നമുക്കൊരു ഒരു കൺഫ്യൂഷൻ വന്നത്. ഇതെന്താണ് ഇങ്ങനെ ഇത്ര എമൗണ്ട് എങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്നൊരു കൺഫ്യൂഷൻ വന്ന സമയത്ത് നമ്മൾ ഇത് നേരെ ഈ ഒരു ഇമേജിനെ നമ്മൾ ഷെയർ ചെയ്യുകയാണ്. ഷെയർ ചെയ്യുന്നത് നേരെ ചാറ്റ് ജിപിടിയിലോട്ട് ഷെയർ ചെയ്താലും നമുക്ക് ഇത് കണക്ട് ആവും. ഇതിൽ എന്താണ് എന്റെ സംശയം, അത്രയേ ഉള്ളൂ, ഇത്ര എമൗണ്ട് കാണിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത്ര എമൗണ്ട് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ ഈ പ്ലാറ്റ്ഫോം ഫീ എന്താണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്.
അപ്പൊ നമ്മൾ ആ പ്ലാറ്റ്ഫോം ഫീ എന്തിനെ കുറിച്ചിട്ട് നമ്മളത് ആ പ്ലാറ്റ്ഫോം ഫീ മധ്യസ്ഥ സേവന ദാതാവ് ഈടാക്കുന്ന ഫീസാണ്. സാധാരണ ഈ സർവീസ് ചാർജ് അവർ നടത്തുന്ന പ്രോഗ്രസിനുള്ള തുക, ലീഗൽ ഫീസ്, കമ്മീഷൻ നേരിട്ട് സർക്കാർ വെബ്സൈറ്റ്, മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക സൈറ്റ് വഴി അടച്ചാൽ ഈ ഫീസ് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് അവിടെ ഒരു സൊല്യൂഷൻ കിട്ടി. അപ്പൊ ആ സൊല്യൂഷൻ ആണ് ഈ പ്ലാറ്റ്ഫോം വിശ്വസനീയമാണെന്ന് ഉറപ്പാക്കാൻ അത് ഗവൺമെന്റിന്റെ അംഗീകൃത സേവനദാതാക്കളാണെന്ന് പരിശോധിക്കുക. അപ്പോ നമ്മൾ നേരിട്ട് സർക്കാർ വെബ്സൈറ്റ് വഴി അടക്കാം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആ സൈറ്റ് ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ ഏതാണ് സർക്കാർ സൈറ്റ്, ഏതാണ് സർക്കാർ നമ്മൾ സൈറ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ സർക്കാരിന്റെ സൈറ്റിലൂടെ നമുക്ക് അടച്ചു കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം ഫീ ഒഴിവാക്കാന്ന് പറഞ്ഞു തന്നു. അപ്പൊ അതിന്റെ സൈറ്റുകളെ കുറിച്ചിട്ടും നമുക്ക് അവിടെ കാണിച്ചു തരുന്നുണ്ട്. MVDയുടെ സൈറ്റ് പറയുന്നുണ്ട്. ചലാൻ അടക്കുന്ന സൈറ്റ് ആണുള്ള മംഗ്ലീഷ് ടൈപ്പ് ചെയ്താലും അതിന് മനസ്സിലാവും കേട്ടോ. ചലാൻ അടക്കാനുള്ള സൈറ്റ് ഏതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഫൈനൽ നമ്മുടെ സൊല്യൂഷൻ കിട്ടുന്നത് വരെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ എക്സ്ട്രാ എമൗണ്ട്, എക്സ്ട്രാ ഫീ എന്ന് പറയുന്നത് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പൊ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചത് കൊണ്ടാണ് അങ്ങനെ വരാനുള്ള ഒരു കാര്യം ഉണ്ടായത്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും പല ആളുകൾക്കും വരിക. നിങ്ങൾ എന്താണ് കമാൻഡ് കൊടുക്കുന്നത്, നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും റിപ്ലൈ തരിക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ചലാൻ അടക്കാനുള്ള കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പേയ്മെന്റ് പോർട്ടൽ ഉപയോഗിക്കാം. ഈ പോർട്ടൽ വഴി താങ്കൾക്ക് ഓൺലൈൻ ചലാൻ അടയ്ക്കാൻ കഴിയും. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു PDF ഫയൽ നമ്മളിലോട്ട് വന്നിട്ടുണ്ട്. ഒരു PDF ഫയലാണത്. ഈ PDF ഫയലിന്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഈ PDF ഫയൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഒരു കോർട്ട് ഓർഡർ ആണ് ഈ PDF ഫയൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോർട്ട് ഓർഡർ നമുക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ നമുക്ക് ഓർഡറിന്റെ ഉള്ളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് ചാറ്റ് GPTയോട് ഡയറക്റ്റ് ചോദിക്കാം. ഇതിൽ എന്താണ് പറയുന്നത് അത് നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള, അതിന്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു സാധനം നമ്മളോട്ട് കൈയിട്ട് നമുക്കത് മനസ്സിലാകുന്നില്ല. എന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആ സാധനത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം ടൂളുകൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു സെഷന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ. മൊത്തത്തിലുള്ള ചുരുക്കം, യൂണിഭാരത് കോർപ്പറേറ്റ് കിസാൻ പ്രൊഡ്യൂസിംഗ് കമ്പനി എന്ന തൃശൂർ ആസ്ഥാനമായുള്ള കമ്പനി പൊതു നിക്ഷേപം സ്വീകരിച്ചത് RBI ആൻഡ് പോലീസ് റിപ്പോർട്ട് ചെയ്തെങ്കിലും നിലവിൽ തുറന്ന തെളിവുകളില്ലാത്തതിനാൽ അറ്റാച്ച് ചെയ്ത സ്വത്തുക്കളെ മോചിപ്പിച്ചു. പക്ഷേ ഭാവിയിൽ കസ്റ്റമർമാർ പരാതി നൽകിയാൽ നടപടി പുനഃപരിശോധിക്കും എന്ന രൂപത്തിലുള്ള ഒരു കോർട്ട് ഓർഡർ ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇങ്ങനെ ഓർഡറുകളോ അല്ലെങ്കിൽ എന്ത് PDF ആയാലും ഏത് രൂപത്തിലുള്ള PDFകളായാലും നമുക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങളായിക്കോട്ടെ, ഷോപ്പിന്റെ കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് ഒരു മെയിൽ വന്നതായിക്കോട്ടെ, എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ വീഡിയോസുകളായിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, ഫോട്ടോസോ എന്ത് ഡോക്യുമെന്റേഷൻ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ സ്വയം പരീക്ഷിച്ച് നോക്കുക, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽ ആയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു തരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പ്രാക്ടിക്കലി അത് പരിശോധിച്ച് നോക്കുമ്പോഴാണ്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്ത ആളുകൾക്കൊക്കെ അതിന്റെ അപ്ഡേഷൻ കിട്ടുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം ആളുകളോട് എത്തിച്ചു കൊടുക്കുക. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും അത് കണ്ടു, മനസ്സിലാക്കി. അപ്പൊ ഞാൻ ആ ഫൈനിന്റെ വീഡിയോ ഒരു ഫോട്ടോ ഒക്കെ എടുത്തത് ഇന്ന് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ അത് അങ്ങനെ ഒരു സംഭവം കിട്ടിയതെന്ന് നമുക്കത് പറയാൻ പറ്റി. എങ്ങനെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എമൗണ്ട് അടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് വരും എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ എല്ലാം തന്നെ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് ഈസി ആക്കാനുള്ള ഒരു വേയാണ്. പോസിറ്റീവായിട്ട് പല കാര്യങ്ങളും നമ്മളിലോട്ട് കിട്ടാനുള്ള ഒരു മാർഗമാണ് പറഞ്ഞു തന്നത്. എല്ലാ ആളുകളും മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ തങ്ങളുടേതായിട്ടുള്ള അറിയുന്ന ആളുകളിലോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു നന്മ നിങ്ങൾ ചെയ്യണം. കാരണം അത് അവർക്ക് കൂടി പഠിക്കാനുള്ള ഒരു വേദിയാണ്. അവരുടെ ലൈഫിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് കൂടി പഠിക്കാനുള്ള ഒരു വേദിയാണ്. ഒരു ജസ്റ്റ് ഷെയർ ചെയ്തതിന്റെ ഒരു ആവശ്യമുള്ളൂ. ഒന്ന് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നീ ഒന്ന് നോക്ക് പഠിക്കുക എന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. അപ്പോ എല്ലാ ആളുകൾക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നല്ലൊരു ദിവസം തരുന്നു. താങ്ക് യു സോ മച്ച്.